ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു കുഞ്ഞു ഭാഗം കൂടി നോക്കാം കേട്ടോ. അപ്പോൾ നിധി ഇന്നലെ നിർമ്മലമ്മയെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിർമ്മലമ്മയോട് ചോദിക്കുമ്പോൾ എന്തിനിത്ര കഷ്ടപ്പെടേണ്ടി ചോദിക്കും. നിർമ്മലമ്മ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് 10 മാസം ചുമന്ന് പ്രസവിച്ചിട്ട് വലിച്ചെറിഞ്ഞ് പോയില്ലേ, അപ്പോൾ അതിനുള്ള ശിക്ഷയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി എനിക്ക് 7 ദിവസത്തെ ഭിക്ഷ എടുക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പ്രസാദം തന്നപ്പോൾ എന്തേ മേടിക്കാതെ പോയേ ചോദിക്കുമ്പോൾ നിർമ്മലമ്മ പറയുന്നുണ്ട്, അപ്പോൾ ഗൗതമനെ കാണില്ലേ, കണ്ടു കഴിഞ്ഞാൽ അവനെ വിളിക്കും, വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് ശരിയല്ല, അതിനെന്താ സന്തോഷമായിട്ട് വീട്ടിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കുമല്ലോ, വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന് പറയുമ്പോൾ നിർമ്മലമ്മ പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ചെയ്തതിന് എന്താ ഉള്ളത്, ഞാൻ എന്തായാലും ഗൗതമനെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതെങ്ങാനും പാർവതി അറിഞ്ഞാലോ, പാർവതിക്ക് അത് സഹിക്കുമോ, പാർവതി എന്താ വിചാരിക്കുക എന്നെ കുറിച്ചിട്ട്, അന്ന് വീട്ടിൽ നിന്ന് ആരോടും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയിട്ട് ഇപ്പം മോൻ്റെ കൂടെ സുഖിച്ച് താമസിക്കുക എന്നങ്ങനെയല്ലേ കരുതുള്ളൂ. അത് അവൾക്ക് ഒരിക്കലും സഹിക്കില്ല. അപ്പം നമ്മൾ അത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നിധിയോട് പറയുന്നുണ്ട്, നീ പോ തൽക്കാലം എന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്നെ കണ്ടത് പറയണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയും, ഗൗതം അങ്ങനെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്, അതിൻ്റെ സാധനങ്ങളൊക്കെ പൂജിക്കാൻ ഒക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതെന്തായാലും ആ നിർമ്മലമ്മ മാത്രമില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ കണ്ടപ്പോൾ അതും കൂടിയായി. അമ്മ എങ്ങനെ അനുഗ്രഹിക്കണം, ഗൗതമനെ അനുഗ്രഹിക്കണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഞാൻ അനുഗ്രഹിക്കുക, തലയിൽ വെച്ച് അനുഗ്രഹിക്കണേ, അവൻ എന്നെ കാണില്ലേ, കാണാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ നിധി ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിധി പറയും, ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗൗതം അവിടെ കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യൽ കഴിഞ്ഞിട്ട് നിധി എന്നുകൊണ്ട് വിളിച്ച് അവിടെ നടന്ന് തിരയുന്നുണ്ട് കേട്ടോ. വിളിക്കുമ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, ആൻറ്റി പറയും വേഗം പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഇവിടെ തന്നെ നിൽക്കണം, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിധി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, എന്തായി നീ പോയിട്ട് കുറേ നേരം എന്താ കാണാത്തിച്ചിരിക്കുകയായിരുന്നു, ഞാൻ ആ അമ്മേനെ കണ്ടു എന്ന് ചോദിക്കും കേട്ടോ. അല്ല ആ അമ്മ ഓടിപ്പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ വേറൊരു സ്ത്രീനെ കണ്ടു, ഞാൻ വേറൊരു സ്വാമിനീനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആണോ, അപ്പോൾ പറയുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ സ്ത്രീയാണ്, അവരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും വിജയിക്കുത്രേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു കേട്ടോ. അത് അവരുടെ ചുറ്റുള്ള അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞതാ. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൗതം, അവരെ കാണാൻ പോകുമ്പോൾ അവരനുഗ്രഹിക്കുന്നത് നമ്മൾ കാണാൻ പാടില്ല എന്ന്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹിച്ചതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാണാൻ പാടില്ല. അവരുടെ അനുഗ്രഹം മേടിക്കാൻ പോണവരൊക്കെ ഒരു മഞ്ഞത്തുണി കൊണ്ട് കണ്ണ് കെട്ടിയിട്ടാണ് പോകാറെന്ന് പറയട്ടോ. എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അതാണ് അപ്പോഴാണ് പറയണേ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പം ഇനിയിപ്പോൾ എവിടേക്ക് മഞ്ഞ തുണിക്ക് പോകാമെന്ന് നോക്കിയപ്പോൾ അമ്പലമാണല്ലോ, അപ്പോൾ അവിടെ ഒരു മഞ്ഞ തുണി കാണും, എന്തേ കിടക്കണമെന്ന് പറയും കേട്ടോ. എന്നിട്ട് അതെടുത്തിട്ട് നീതി കണ്ണ് കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തപ്പിയിട്ട് എന്നിട്ട് പിടിച്ചിട്ട് ഗൗതമനെ നിർമ്മലേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് നിർമ്മലമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. അപ്പോൾ നിർമ്മലമ്മ അധികം സംസാരിക്കുന്നില്ല. അധികം സംസാരിച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് എന്തായാലും ഗൗതം തിരിച്ചറിയുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോ ചോദിക്കുന്നുണ്ട് ഗൗതം. നിധി പെട്ടെന്ന് വിളിച്ചപ്പോൾ അപ്പോൾ പറയും, അല്ല ഞാൻ അങ്ങനെ ഒരു ഇതിൽ വിളിച്ചു, സ്വാമി അമ്മയല്ലേ, അപ്പോൾ അങ്ങനെ വിളിച്ചതാന്ന് പറഞ്ഞിട്ട് അമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂവും ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ. എന്നിട്ട് ഗൗതമിനോട് പറയും, അനുഗ്രഹം മേടിക്കും എന്ന് പറയൂട്ടോ. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ പറയുന്നുണ്ട്. നിർമ്മലമ്മോടും പറയേണ്ട അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കൂട്ടോ. അതല്ല ഗൗതം, ആരാണോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്നേഹത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നത്, അവരെല്ലാം അമ്മമാർ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാന്ന് പറയട്ടെ. എന്ന് പറഞ്ഞിട്ട് ഗൗതം അറിയണില്ലല്ലോ, ഇങ്ങനെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മലമ്മ നന്നായി അനുഗ്രഹിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിർമ്മലമ്മയ്ക്ക് ഇങ്ങനെ ഗൗതമനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാത്സല്യം കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അമ്മ അനുഗ്രഹിക്കാൻ പറയുമ്പോൾ അങ്ങനെ വന്നിട്ട് ആശീർവദിക്കാൻ പറയും, തല്ല് കൈവച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ആശീർവദിച്ചിട്ട് മുഖത്തിങ്ങനെ ഗൗതമിൻ്റെ മുഖത്തിങ്ങനെ തൊടുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗൗതമിന് ഒരു പ്രത്യേക തരം ഫീൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കെന്തോ ഇതുവരെ കിട്ടാത്തൊരു അങ്ങനത്തെ ഇത് എവിടെയോ കേട്ടിട്ടുള്ള അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്നിങ്ങനെ നിധിയുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിധി പെട്ടെന്ന് ഇങ്ങനെ ചിരിക്കും. അതൊന്നുമില്ല ഗൗതം, അത് നമ്മളറിയാത്ത ആളല്ലേ എന്നും പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഗൗതമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മ. അപ്പോൾ അപ്പോഴും ഗൗതമിന് അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. അല്ല നിധി, ഇവിടെ നിൽക്കുമ്പോഴത്തെ എനിക്ക് എന്തോ പരിചയമുള്ള ഒരു ഇതുപോലെ തോന്നണു, നിന്ന് പിടിച്ചേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം കണ്ണ് കെട്ടി അഴിക്കാൻ നോക്കുക. അല്ലല്ലോ ഈ ഗൗതം അഴിക്കല്ലേ, അതിൻ്റെ ഫലം പോവും, കാണാൻ പാടില്ല എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കരയാണ് കേട്ടോ. കരയുമ്പോൾ പറയും, എന്താ ആരാ അവിടെ കരയണേ, അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കാണ്ടല്ലോ, സന്തോഷം കൊണ്ടാണ്. അപ്പം കേൾക്കാണ്ടല്ലോ, ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല ഗൗതം, അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നിധി പറയും, അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ അമ്മ തന്നെ കൊടുത്തിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അധികം വർത്തമാനം പറയണില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ ഗൗതമിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കൈ പിടിക്കുമ്പോഴൊക്കെ ഗൗതമത്തിന് അങ്ങനെ ഒരു ഫീൽ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് വർത്താനം പറഞ്ഞു തുടങ്ങി. നിർമ്മലമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്, ജയിച്ചു വാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു. ഈ വോയിസ് കേട്ടോടുകൂടി ഗൗതമിൻ്റെ കൺട്രോളിലേക്കൊന്നും പറയും, ഈ ശബ്ദം എനിക്ക് പരിചയമുണ്ട്, ഈ വോയിസ് എനിക്ക് പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഗൗതം, നമുക്ക് അറിയില്ലല്ലോ ഈ അമ്മേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഗൗതം എന്ത് ചെയ്യും, അപ്പോഴേക്കും വേഗം ഇത് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഗൗതം നിധിയുടെ കയ്യിൽ മറ്റേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് കണ്ണ് കെട്ടഴിക്കുകയാണ് കേട്ടോ. കെട്ടഴിക്കുമ്പോഴേക്കും നമ്മുടെ നിർമ്മലമ്മ ഓടിപ്പോയി. അപ്പോൾ ഗൗതം കെട്ടഴിച്ചിട്ട് ചോദിക്കേണ്ടത്, എവിടെ അവർ, എനിക്ക് ഈ ശബ്ദം നല്ല പരിചയമുണ്ടേ, നീ എന്തൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പറയും, അത് തോന്നണ്ടാവും ഗൗതം, നമുക്ക് ഒരു പരിചയമുള്ള സ്ത്രീയാണെങ്കിൽ ഗൗതമിന് പരിചയമുള്ള സ്ത്രീയാണെങ്കിൽ ഞാൻ അറിയില്ല, അല്ല എനിക്ക് നല്ല തോന്നുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഗൗതം. എന്നിട്ട് ഒപ്പം ചുറ്റും നോക്കണുണ്ട്. അപ്പോൾ നിധി പറയും, ഇല്ല അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് നിധി ഒളിച്ചു പോയിട്ട് നമ്മുടെ നിർമ്മലമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പം നിർമ്മലമ്മ പറയുന്നത്, നീ ഭയങ്കര ബുദ്ധിശാലി തന്നെ, എന്തായാലും വിചാരിച്ച പോലെ കാര്യം നടത്തിയല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതമിനോട് അതിൻ്റെ ഇടയ്ക്ക് നിർമ്മലമ്മയ്ക്ക് ഇത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മലമ്മ കരയണ കാണുമ്പോൾ ഗൗതം ചോദിക്കണ്ടല്ലോ എന്താ കരയണേന്ന്. അതെന്താണെന്നറിയോ, അവരെന്തിനാ ഇവിടെ വന്നിരിക്കണേന്നറിയോ ഗൗതത്തിന്, അവരുടെ മകന് നല്ലത് വരാൻ വേണ്ടിയിട്ട് 7 ദിവസത്തെ ഭിക്ഷ എടുത്തിട്ട് ഇവിടെ ഭഗവാന് കാണിക്കിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കരയണത് എന്നിങ്ങനെ പറഞ്ഞിട്ടായിരുന്നല്ലോ. അപ്പോൾ ഗൗതം പോക്കറ്റിൽ നിന്ന് കൊടുക്കാൻ പറയുമ്പോൾ എന്തോ ഒരു നോട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു തുണിയിൽ മേടിച്ചിട്ട് അത് കൊടുത്തിട്ട് നമ്മുടെ നിർമ്മലമ്മ ഇവിടെ കാണിക്കയായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൗതമിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴാണ് നിധിയുടെ വരവ് രണ്ടാമത്. അപ്പോൾ നിധി പറയും, ഇനിയിപ്പോൾ അധികം സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്, അവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും സ്കൂളിൻ്റെ, നാളെ വരണം, അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നാളെ വരാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അറിയാതെയാണെങ്കിൽ പോലും ഗൗതമിന് അനുഗ്രഹം കിട്ടി നിർമ്മലമ്മയുടെ. അതിൻ്റെ ഒരു സന്തോഷത്തിലും സംതൃപ്തിയിലാണ് കേട്ടോ നിധി. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ.